ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഷ്റൂം കൊണ്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. അതിനായിട്ട് അതിലൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇത് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 പീസ് പട്ടയും 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണോളം പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതേപോലെ ചെറിയ തീയിലിട്ടതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയും തണുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയും വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടുപ്പ് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തവിയുണ്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കി എടുത്തതാണ്. അതുകൊണ്ട് ഒരുപാട് ഓയിലിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന മഷ്റൂമാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണ്. 200 ഗ്രാം ഉണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൽ വെള്ളം ഇപ്പോൾ ചേർക്കുന്നില്ല. ഒന്ന് അടച്ച് വെച്ച് ഇതിലെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിലും താഴെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് ഒന്ന് ചാറൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.